നമസ്കാരം. പ്രധാന വാർത്തകൾ. അഴിമതി കേസിൽ ക്ലീൻ ചിറ്റ് റദ്ദാക്കിയ കോടതി ഉത്തരവിനെതിരെ എം.ആർ. അജിത് കുമാർ. വിജിലൻസ് കോടതി വിധിക്കെതിരെ എം.ആർ. അജിത് കുമാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ നൽകുന്നത്. കോടതി ഉത്തരവ് വസ്തുതകൾ ശരിയായി വിലയിരുത്താതെയാണെന്നാണ് വാദം. സ്വയം അന്വേഷണം നടത്താനുള്ള കാരണങ്ങൾ വസ്തുതാപരമല്ലെന്നും കീഴുദ്യോഗസ്ഥനെ അന്വേഷണത്തിന് നിയോഗിച്ചുവെന്ന വാദം നിലനിൽക്കില്ല എന്നുമാണ് അജിത് കുമാറിന്റെ വാദം. അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിന് പ്രാപ്തനാണോ എന്ന് നോക്കിയാൽ മതി. ക്രിമിനൽ ചട്ടപ്രകാരം അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനായാൽ മതി. നാളെ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തേണ്ടി വന്നാൽ എന്തു ചെയ്യുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. രാത്രിയിൽ നിയന്ത്രണം വിട്ട കാർ കടവരാന്തയിലേക്ക് പാഞ്ഞുകയറിയ അപകടം. 2 പേർക്ക് പരിക്ക്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഇന്നലെ രാത്രി 11 മണിയോടെ കുറ്റ്യാടി മരുതോങ്കര റോഡിൽ വെച്ചാണ് അപകടമുണ്ടായത്. കുറ്റ്യാടി ടൗണിൽ മരുതോങ്കര റോഡിലെ പാലത്തിന് സമീപത്ത് വെച്ച് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ കഫേയുടെ വരാന്തയിലേക്കാണ് പാഞ്ഞുകയറിയത്. റോഡരികിൽ നിർത്തിയിട്ട 2 ബൈക്കുകളിലും കാർ ഇടിച്ചു. റോഡരികിൽ ഉണ്ടായിരുന്നവർക്കാണ് പരിക്കേറ്റത്. കാറിലുണ്ടായിരുന്നവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. കുടുംബക്കോടതി ജഡ്ജിക്കെതിരായ ലൈംഗിക അതിക്രമ പരാതി അന്വേഷണം ആരംഭിച്ചു. കൊല്ലം ചവറ കുടുംബക്കോടതി ജഡ്ജി ഉദയകുമാറിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ അന്വേഷണം തുടങ്ങി. പരാതിക്കാരിൽ നിന്ന് വിവരം ശേഖരിക്കലാണ് ആദ്യ നടപടി. കൊല്ലം ചവറയിൽ വിവാഹമോചന കേസിന് ഹാജരായ യുവതികളോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് കുടുംബക്കോടതി ജഡ്ജി ഉദയകുമാറിനെതിരായ പരാതി. ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാറാണ് അന്വേഷിക്കുന്നത്. ജില്ലാ ജുഡീഷ്യറിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ചൊവ്വാഴ്ച ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പരിഗണിക്കും. വളർത്തുപൂച്ചയ്ക്ക് നേരെ അയൽവാസിയുടെ നായ കുരച്ചു ചാടി. തർക്കം, കത്തിക്കുത്ത്, ഒരാൾ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ എടവിലങ്ങുകര സ്വദേശി നീലങ്കാവിൽ വീട്ടിൽ സെബാസ്റ്റ്യനാണ് പിടിയിലായത്. സെബാസ്റ്റ്യന്റെ ആക്രമണത്തിൽ കാര സ്വദേശി തൊടാത്ര വീട്ടിൽ ജിബിനാണ് പരിക്കേറ്റത്. ജിബിന്റെ വീട്ടിൽ വളർത്തുനായ പ്രതി സെബാസ്റ്റ്യന്റെ പൂച്ചയെ കണ്ട് കുരച്ചു ചാടിയതാണ് തർക്കങ്ങളുടെ തുടക്കം. നായയ്ക്ക് മുന്നിലേക്ക് പൂച്ചയെ കൊണ്ടുവരല്ലേ എന്ന് സെബാസ്റ്റ്യനോട് ജിബിൻ പറയുകയായിരുന്നു. ഇതാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ജിബിൻ ആശുപത്രിയിൽ ചികിത്സ തേടി. ജിബിന്റെ തലയിൽ ഉൾപ്പെടെ 3 തുന്നിക്കെട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. IPS ഉദ്യോഗസ്ഥനെതിരെ പരാതിയുമായി വനിതാ SIമാർ. DIG അജിത ബീഗത്തിനാണ് പരാതി നൽകിയത്. മോശം പരാമർശങ്ങൾ അടങ്ങിയ സന്ദേശങ്ങൾ അയച്ചുവെന്നാണ് പരാതികളിൽ ആരോപിക്കുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി അന്വേഷിക്കുന്ന DIGക്കാണ് പരാതി നൽകിയത്. തലസ്ഥാനത്തുള്ള ഒരു IPS ഉദ്യോഗസ്ഥനെതിരെയാണ് പരാതി. ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഉദ്യോഗസ്ഥൻ സന്ദേശം അയച്ചുവെന്നാണ് പരാതി.